ഇതിലെ സുനിത എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു ചെറിയൊരു എന്താ പറയുന്നത്, ഫിസിക്കലി ഒരു ചെറിയൊരു ഇഷ്യൂ ഉള്ള ഒരാളാണ്. എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്ത് പരിചയമൊന്നുമില്ല. ഇപ്പോൾ ഒരു ദിവസം കഥ പറയില്ല. അല്ല, ഒരു ദിവസം എനിക്കതിന് ശീലമില്ലാത്തതിൻ്റെ ആയിരിക്കും. നമ്മൾ കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ സീനൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തൊക്കെ പോയി ഒരു ഷോട്ട് എടുത്തപ്പോൾ ഞാൻ ആക്ച്വലി ആ ഒരു പ്രശ്നം മറന്നുപോയി. നമ്മൾ ആരും ഓർത്തില്ല, ഞാൻ മറന്നുപോയി. എൻ്റെ ബീച്ചറിൻ്റെ കൂടെയായിരുന്നു സീൻ ഉണ്ടായിരുന്നത്. ഞങ്ങൾ ആരും ഓർത്തില്ല. പിറ്റേ ദിവസം എന്തോ ഇങ്ങനെ ചായയൊക്കെ കുടിച്ചിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ബീച്ചേട്ടൻ, എടി നീ ഇന്നലെ ആ കാര്യം ചെയ്തായിരുന്നോ? അപ്പം ഞാൻ അയ്യോ ഞാൻ ഓർക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ എഡിറ്ററെ വിളിച്ച് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ സംഭവം ചെയ്തിട്ടില്ല. എന്നിട്ടത് വീണ്ടും റീഷൂട്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതെൻ്റെ പരിചയക്കുറവിൻ്റെ ഒരു പ്രശ്നമായിരുന്നു. ആർക്കും അത് ഓർമ്മയും വന്നില്ല. അപ്പോൾ അന്ന് ആ ഒരു കാര്യം ഉണ്ടായപ്പോൾ ബീച്ചേട്ടൻ തന്നെ അതിനൊരു ടിപ്പ് പറഞ്ഞു തന്നു. ഇങ്ങനൊരു കാര്യം നമ്മളെല്ലാവരും മറന്നു പോകാൻ സാധ്യതയുണ്ട്. വിലയേറിയ ടിപ്പാണോ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്? കുഴപ്പമില്ല അല്ലേ? 30 വർഷം ആയതിൻ്റെ ഒരു 30 വർഷം വിട്ടേക്ക്. അപ്പോൾ എന്നോട് പറഞ്ഞു തന്നു, നമ്മൾ മറന്നുപോകും ഇങ്ങനത്തെ ഒരു കാര്യം. നമുക്ക് ശീലമില്ലാത്തൊരു കാര്യം ആയതുകൊണ്ട് നമ്മൾ ചിലപ്പം തലേന്നത് ചിലപ്പോൾ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഓർക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു എന്താ പറയുന്നത്, ഒരു നീ ക്യാപ്പോ അല്ലെങ്കിൽ ശരീരത്തിൽ നമ്മൾ യൂഷ്വലി ഉപയോഗിക്കാത്ത എന്തെങ്കിലും ഒരു സാധനം, ഒരു സംഭവം നമ്മൾ വെക്കുവാണെങ്കിൽ ഇതെന്തിനാ ഞാനിട്ട, അപ്പം ആ കാര്യം ഓർമ്മ വരും എന്നുള്ള രീതിയിൽ ഒരു ഒരു ടിപ്പൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. അപ്പം പിന്നെന്താ പറയുന്നത്, ഇതെനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എല്ലാം കൊണ്ടും. ഇവരുടെയൊക്കെ കൂടെ ബീജാടിനെയും ആസ്മിക്കിൻ്റെ കൂടെയൊക്കെ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താ പറയുന്നത്, ഈ ഒരു ടീം എന്ന് പറഞ്ഞപ്പോൾ ജിസ്റ്റേട്ടൻ്റെ കൂടെ ഒരു സിനിമ ചെയ്യുന്ന ഫസ്റ്റ് ടൈം ആയിരുന്നു. അനുജേട്ടൻ്റെ ഒരു പടത്തിൽ വരുന്ന ഫസ്റ്റ് ടൈമാണ്. അപ്പം അതുകൊണ്ട് എന്താ പറയുന്നത്, സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു. ആ ദിവസങ്ങളൊക്കെയും ഒത്തിരി സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു.